തീരില്ല. അതെ. അതെ. അതല്ല അതെ. ചോട്ടുവോ, ആ. നിന്റെ ലൈവില് വന്നാലെങ്കിലും എന്തേലും ഒരു മാറ്റം ഉണ്ടാവും വിചാരിച്ചു ഞാൻ. ഏഹ് ഇവിടെ വന്നപ്പോ ഞാൻ അവിടെ നോക്കുമ്പോ അതൊന്നാം അത് ഫാമിലി, ഇത് രണ്ടാം ഫാമിലി എന്നൊക്കെ. മണിയേട്ടാ. എവിടെ പോയാലും ഇതന്നെ ഗതി പറഞ്ഞ പോലത്തെ അവസ്ഥ. എല്ലാവരും കേട്ടോ മണിയേട്ട പറയുന്നത്? എവിടെ പോയാലും കുഞ്ഞിളമാവിയും മറ്റേ അങ്ങ് പറഞ്ഞ കുഞ്ഞിളമാവെ വിട്ടിട്ടൊരു കളിയില്ലല്ലേ. അത് വിടണമെങ്കിൽ എവിടെ പോയി വിഷ്ണു ചേട്ടൻ കയറിയ വേറെ വേറെ പാട്ട് കിട്ടും. അതെന്തറിയോ, ആ എന്റെ ലൈവിലും പ്രിയമോള് അതല്ല, എന്റെ ലൈവിലും പ്രിയ ചേച്ചിയുടെ ലൈവിലും അമ്മയുണ്ടല്ലോ, അമ്മയുടെ കമന്റ് ഇതാണ് കുഞ്ഞളമാവേ. ദാസനും കറക്റ്റാ, പ്രിയമോളും സുജിമോളും. ദാസനും വിജയനും, വിഷ്ണു ചേട്ടന്റെ ദാസനും വിജയനും. ഞങ്ങളുടെ കുടുംബം അങ്ങനെയാണ്, പാട്ട ഫാമിലിന്ന് കണ്ടാ പൊക്കി പറയുന്നു. നല്ല ചെലവ് ചോദിച്ചിട്ട് തന്നില്ല കേട്ടോ, പായസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സന്ധ്യമ്മ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ്, പ്രിയമോൾ ആൻഡ് സുജിമോൾ, ദാസനും വിജയനും. ഞങ്ങളെ അങ്ങനെ വിളിക്കുന്ന ഇപ്പം. ആ അപ്പൊ മാല ഇട്ടിട്ട് പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ പറയാം, സന്ധ്യ ചേച്ചിയൊക്കെ ഭയങ്കര കോഴിയാട്ടോ സുജി, ഒന്ന് ശ്രദ്ധിച്ചോ. എന്തത് പ്രിയ ചേച്ചിയും പറഞ്ഞല്ലോ, സന്ധ്യമ്മേനും ധന്യ ചേച്ചിനെയും പറയുന്നുണ്ട്. ധന്യ ചേച്ചിനെ അപമാനിച്ചിട്ട് ധന്യ ചേച്ചിയുടെ പാട്ടൊക്കെ സൂപ്പർ ആയിരുന്നു. ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതന്നെ അവസ്ഥ പറഞ്ഞ പോലെയാണ്. എവിടെ പോയാലും ഈ കുഞ്ഞിറമാവി കേട്ടിട്ടാണ് വരുന്നത്. ഭക്തിഗാനം കേട്ടോ. ഒന്ന് മടക്കി പോയിട്ട് വേഗം വാ തരാന്ന്. സാമീനെ എല്ലാവർക്കും പേടിയുണ്ട്. ഞാൻ ഉത്തരവാദിത്തം. എവിടെയാണ് കോഴിത്തരം കാണിക്കുന്നത്? എന്തോ പറഞ്ഞു, മഴവില്ലോ എന്താ തിരമാല, അങ്ങനെ എന്തോ ഒരു കടലായിട്ട് ബന്ധപ്പെട്ട് എന്തോ സംഭവം. അതാണ് പ്രിയ ചേച്ചി കടലെന്ന് പറഞ്ഞത് അല്ലേ. മണിയേട്ടാ പരമാവധി വാങ്ങി സ്വരുക്കൂട്ടി വെച്ചോന്ന്, പോയി വന്ന തലയിൽ തേങ്ങ ഉടക്കിയവരെല്ലാരും കൂടെ. ഇപ്പഴാ എനിക്ക് പറയാൻ പറ്റൂ, ഇപ്പൊ ഇവരൊക്കെ വായ അടച്ചു വെച്ചിരിക്കണേ സ്റ്റാപ്ലർ അടിച്ചിട്ട്. അല്ല, അതാ ചോപ്പ്, സന്ധ്യ ചേച്ചിയുടെ മുഖമൊക്കെ ചോക്കുണ്ട്. ഞാൻ പാവം കോഴിയൊന്നും ഞാൻ ഇല്ല ഓടുണ്ട്. ആഴക്കടലിന്റെ പാട്ട് പാടറിയോ സുജിയെ? പാടല്ല, പാടി ധന്യ ചേച്ചി പാടിന്ന്. ആഴക്കടൽ പാടിയോ? എന്നിട്ട് പ്രിയ ചേച്ചിക്ക് ഡെഡിക്കേറ്റ്. ആഴക്കടല് പ്രിയ ചേച്ചിക്കല്ല, അത് സന്ധ്യ ചേച്ചിക്ക് അറിഞ്ഞൂടെ? എനിക്ക് വയ്യ, ഇപ്പോൾ കോഴികളായല്ലേ. അത് പാടിയാ കൊല്ലും ഞാൻ. സന്ധ്യമ്മ ലാസ്റ്റ് ഓരോ കുടച്ചിലുണ്ട്, മണിയേട്ട ഓടും. മലയ്ക്ക് പോയിട്ട് വരുമ്പോ പമ്പയിൽ എന്റെ ഫോണ് സിമ്മൊക്കെ അവിടെ ഒഴുക്കിയിട്ട് പോയിരുന്നു ഞാൻ. ഒരു ബന്ധുണ്ടായിരുന്നു, ഒഴുക്കി വിടേണ്ടി വരില്ലേ? ഇവരൊക്കെ കൊല്ലം അവിടെ. അതെ അതെ, ചന്തിക്ക്. മണിയേട്ട ഭക്തി സോങ് പാട്. ഈ മനുഷ്യൻ പാടി ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പാടങ്ങോട്ട്. ഞാൻ പാടിയിട്ട് നീ കേട്ടിട്ടില്ലെന്നോ? നിന്റെ വീട്ടിൽ വന്നിരുന്നിട്ട് നമ്മൾ ലൈവ് ഇട്ടിട്ട് ഒരുമിച്ചല്ലേ പാടിയേ? അപ്പൊ താങ്കൾ ഗായകനാന്ന് പറഞ്ഞു വരുന്നത്, എന്നാ അവിടെ നിന്ന് പാടാണ്ട് പോണ്ട. പാടിയത് നിനക്ക് മതിയായില്ലേ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ ഏതായിരുന്നത്? പാടുന്ന പാട് നോക്കട്ടെ. ഇന്ന് ലൈവ് കയറുന്ന എല്ലാരും നിർബന്ധമായിട്ട് പാടണം. ഇന്ന് ഗാനമേള ദിവസമാണ്. പാട് കഥമോളെ തൊട്ട്. ഏത് ഭക്തിഗാന പാട്? ഇപ്പൊ സാമവേദം ചേച്ചി പാടിയില്ല, ഇനിയിപ്പോ ഏതാ പാട്? അത് മെയിൽ വേർഷൻ ആവാം. അതല്ലേ ഹൈലൈറ്റ് ഇറക്കട്ടെ ഞാൻ, പാടങ്ങോട്ട്. മഞ്ഞണി മാമലമേലെ കർപ്പൂരക്കടല്, കരയിൽ സ്വാമിതൻ പൊന്നണി വീട്, മാലുകൾ നീക്കിടുവാനയ്യപ്പാ നീ മഹിഷി മാരകനായിട്, കലികാലം കൺപാർക്കും പരമാർത്ഥ പുണ്യമേ നീ തന്നതല്ലോ എൻ ജീവിതം, സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ
എന്നീശ്വര പൂ